സംസ്ഥാനത്ത് +1 സീറ്റ് പ്രതിസന്ധി എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും പുതിയ കണക്കുകൾ നിരത്തി മന്ത്രി ആരോപിച്ചു. അതിനിടെ സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ ജില്ലകളിൽ MSF, KSU പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് MSF പ്രവർത്തകർ പൂട്ടിയിട്ടു. സംസ്ഥാനത്ത് +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് പുതിയ കണക്കുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തിയത്. സീറ്റ് ക്ഷാമം നേരിടുന്ന മലപ്പുറത്ത് ഇതുവരെ 49,906 പേർ +1 സീറ്റുകളിൽ പ്രവേശനം നേടിയിട്ടുണ്ടെന്നും 10,000-ഓളം പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. 14,037 പേർ മാത്രമാണ് മലപ്പുറത്തിന് അഡ്മിഷൻ കിട്ടാനുള്ളത്. സർക്കാർ സ്കൂളുകളിൽ മാത്രം 2,000 സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലെത്തിയാണ്. കഴിഞ്ഞ വർഷം ശതമാനവും കൂടുതൽ അവിടെയാണ്. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ്. ഒന്നാമത്തെ സീറ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇന്നും സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം നടന്നു. തിരുവനന്തപുരത്ത് MSF പ്രവർത്തകർ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ ഡയറക്ടറുടെ ഓഫീസ് മുറി പൂട്ടിയിട്ടു. കാസർഗോഡും വയനാടും കളക്ടറേറ്റുകളിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. മലപ്പുറത്ത് MSF പ്രവർത്തകർ RDD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമായി. അതേസമയം ആദ്യ 3 അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കി പ്രവേശനം നേടിയ +1 വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ തിങ്കളാഴ്ച തുടങ്ങും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.